പതിവില്ലാതെ കുറെ നാൾ കൂടിയാണല്ലോ അടുക്കളയിലൊക്കെ കയറി നിൽക്കുന്നത്. പിന്നെ ഇന്നലെ നീ തിരുവനന്തപുരത്തില്ലായിരുന്നോ? ഇന്ന് കോട്ടയത്ത്. ഇന്ന് പതിവില്ലാതെയൊക്കെയാണല്ലോ. ഇന്ന് ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ആണോ? ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. എന്തിന് ഫ്രൈക്ക് വേണ്ടി ഉള്ള പരിപാടിയിൽ ഞാൻ എന്നും ചിക്കൻ വറക്കുമ്പോഴേക്കും മറന്നു പോകുന്ന കാര്യം ഉപ്പിടാൻ മറന്നു പോകുന്നത്. ഉപ്പ് ആദ്യമേ ഇട്ടാൽ പോരെ ചിക്കൻ വറക്കാനായിട്ട്? ഉപ്പിടാൻ മറന്നു പോകും, ചിലപ്പോൾ മസാല ഇടാൻ മറന്നു പോകും. ഒരുപാട് മസാലയും മഞ്ഞൾപ്പൊടി ഞാനിതിന് ചേർക്കത്തില്ല. കാരണം മല്ലിപ്പൊടി ഇതിൽ ആഡ് ചെയ്യില്ല ഞാൻ ചിക്കൻ വറക്കാൻ. കാരണം ചിക്കൻ കരിഞ്ഞു പോകും. അങ്ങനെയാണോ? മല്ലിപ്പൊടി ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടി ചേർക്കാറില്ല, കറി വെക്കുമ്പോഴേ. പിന്നെ അതുപോലെ തന്നെ അതെനിക്ക് അമ്മ പറഞ്ഞതാണ് ചേർക്കേണ്ടത്, മല്ലിപ്പൊടി ചേർക്കേണ്ടത്. പിന്നെ ഗരം മസാലയും കുറച്ച് ചേർക്കുള്ളൂ. പിന്നെ ഞാൻ വലിയ ജീരകം പിന്നെ ആഡ് ചെയ്യും വറക്കുമ്പോൾ. വെളുത്തുള്ളിയൊക്കെ അപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ഫൈനലിൽ വറക്കിങ്ങനെ മൂത്ത് വരുന്ന സമയത്താണ് വെളുത്തുള്ളി വലിയ മസാലയൊക്കെ ആഡ് ചെയ്യുന്നത്. പെരട്ടിയ ചിക്കൻ കുറച്ച് സമയം ഇതിന് അങ്ങോട്ട് ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കും. ചിക്കൻ വറക്കാനായിട്ട് ഞാൻ സാധാരണ ഒരുപാട് മസാലകളൊന്നും ചേർക്കാറില്ല. മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല കുറച്ച് ആഡ് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഞാൻ ചേർക്കാറുള്ളത്. കുരുമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും. പിന്നെ വെളുത്തുള്ളിയൊക്കെ ചിലർ പേസ്റ്റായിട്ട് അരച്ച് ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ വെളുത്തുള്ളി ചതച്ചത്, അതും തോടുകൂടി തന്നെ ചതച്ചത്, ചിക്കൻ ഏകദേശം ഒരു പകുതി വെന്ത് വരുന്ന സമയത്താണ് ഞാൻ വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർക്കാറുള്ളത്. വലിയ ജീരകം, പെരുംജീരകമൊക്കെ അപ്പോഴാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഒരുപാട് എരിവും ഉണ്ടാവാറില്ല, എന്നാൽ ചിക്കൻ ഫ്രൈ നല്ല കളറും ഉണ്ടായിരിക്കും. നമ്മൾ ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അവർ എക്സ്ട്രാ കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ കുറച്ച് നേരം നമ്മൾ കൂടുതൽ സമയം നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്നാൽ, കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ വളരെ സോഫ്റ്റായിട്ടും നല്ല ജ്യൂസി ആയിട്ടും കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ. ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ പുറം മാത്രം നമുക്ക് നല്ലപോലെ കരിഞ്ഞ് കിട്ടുകയും ഉള്ളു നന്നായിട്ട് വേവുകയും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം ഫ്ലെയിം കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഉള്ളൊക്കെ നല്ല വെന്ത നല്ല വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ ചിക്കൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ അടിപൊളി ചിക്കൻ ഫ്രൈ.